ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു നൂഡിൽസാണ്. അപ്പോൾ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം എന്താ ചെയ്യേണ്ടത്, നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 10-15 നിമിഷം. നൂഡിൽസ് ഞാൻ അവിടെ ഡ്രൈ നൂഡിൽസാണ് യൂസ് ചെയ്യുന്നത്. ആ ഡ്രൈ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഞാനപ്പോൾ ആദ്യം എന്താ ഇതിലൊരു 2 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നൂഡിൽസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ നൂഡിൽസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. തീ എടുക്കുമ്പോൾ അപ്പുറത്തേക്ക് പോവാം. അപ്പോഴേക്ക് വെള്ളവും തിളക്കട്ടെ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ക്യാബേജ്, ഒരു ക്യാപ്സിക്കം, ഒരു ക്യാരറ്റ്, ഒരു സവാള, കുറച്ച് ബീൻസ്, ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. നൂഡിൽസ് വെജ് നൂഡിൽസ് അല്ല ഞാൻ ഉണ്ടാക്കുന്നത്, എഗ് നൂഡിൽസ് ആണ് ഉണ്ടാക്കുന്നത്. മുട്ടയിട്ട നൂഡിൽസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാദ്യം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഒന്ന് ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ക്യാപ്സിക്കം അരിഞ്ഞെടുക്കാം. ക്യാപ്സിക്കത്തിൻ്റെ മേൽഭാഗത്തുള്ള ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞേക്കുക. അതിൻ്റെ ആവശ്യം നമുക്കില്ല. അതിൻ്റെ അകത്തുള്ള വിത്തുകളും ഈ വൈറ്റ് വരുന്ന സാധനങ്ങളും എല്ലാം അരിഞ്ഞ് കളഞ്ഞേക്കുക. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് എരിഞ്ഞെടുക്കാൻ കൂടി. അടുത്തത് സവാള. നമ്മൾ ഈ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും എന്തരിയുന്നെങ്കിലും അത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക. പരമാവധി ചെറുതായിട്ട് അരിഞ്ഞാൽ അത് ഒരുപാട് കഴിക്കാനായിട്ടുണ്ടാവില്ല. പിള്ളേർ കഴിക്കുകയും ചെയ്യും നല്ലതുപോലെ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിള്ളേർ ഈ വെജിറ്റബിൾസ് എല്ലാം എടുത്ത് സൈഡിൽ വെച്ചിട്ട് ആ നൂഡിൽസ് മാത്രം കഴിക്കും. അപ്പോൾ പരമാവധി ചെറുതായിട്ട് അരിയുക. അപ്പോൾ കുട്ടികൾക്ക് അത് എടുത്ത് കയ്യിൽ കിട്ടാത്ത വിധത്തിൽ അത് അതിൽ മിക്സായി കിടന്നോളും. പിന്നെ നമുക്കിന്ന് നൂഡിൽസിൻ്റെ ചരിത്രം എന്താണെന്ന് നോക്കാം. ദ ഹിസ്റ്ററി ഓഫ് നൂഡിൽസ്. അപ്പോൾ എവിടെയാണ് നൂഡിൽസിൻ്റെ ഒറിജിൻ, എവിടെയാണ് നൂഡിൽസ് രൂപം കൊണ്ടത്, നമുക്ക് ആദ്യം അതൊന്ന് തിരഞ്ഞു നോക്കാം. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് എല്ലാവർക്കും. നൂഡിൽസ് ഉണ്ടായിരിക്കുന്നത് പുരാതന ചൈനയിലാണ്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പാണ് നൂഡിൽസ് ഉണ്ടായതായിട്ട് കരുതപ്പെടുന്നത്. ഹാങ് രാജവംശത്തിൻ്റെ പാചകക്കുറിപ്പുകളിലൊക്കെ നൂഡിൽസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 40,000-ഓളം രുചി ഉണ്ടെന്നാണ്, രുചി വ്യത്യാസങ്ങളുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. നൂഡിൽസിൻ്റെ 40,000-ഓളം രുചി വ്യത്യാസം ഉണ്ട്. 40,000 തരത്തിൽ നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ചൈനയിൽ ഉണ്ടായതിനു ശേഷം അവിടെ നിന്ന് അത് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ലോകമെമ്പാടും അത് വ്യാപിച്ചിട്ടുണ്ട്. ജപ്പാനിൽ ഒരു ഹോട്ട് റാമൻ നൂഡിൽസ് എന്ന് പറയപ്പെടുന്നു. അത് തന്നെ ഇറ്റലിയിൽ ചെല്ലുമ്പോൾ അത് പാസ്ത ആവുന്നു. അവരുടെ സ്പഗേറ്റി പാസ്തയെ കുറിച്ചൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. സ്പഗേറ്റി പാസ്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാസ്തയാണ്. അത് നൂഡിൽസിൻ്റെ തന്നെ ഇനിയൊരു വകഭേദമാണ് ഈ പറയുന്ന സ്പഗേറ്റി പാസ്ത എന്ന് പറയുന്നതെല്ലാം. അങ്ങനെ ചൈനയിലുണ്ടായ ആ ഒരു നൂഡിൽസ്, ചൈനയിൽ ആദ്യം മില്ലറ്റുകൾ ഉണ്ടാക്കിയിരുന്നത് ഈ പറയുന്ന നൂഡിൽസ്. നമ്മുടെ ഇന്ത്യയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഗോതമ്പും, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഗോതമ്പ് കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നത് നൂഡിൽസ് ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ നൂഡിൽസ് ഉണ്ടാക്കുന്നതിന് അരി ഉപയോഗിക്കുന്നുണ്ട്, ഗോതമ്പ് ഉപയോഗിക്കുന്നുണ്ട്, റാഗി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മില്ലറ്റുകൾ വെച്ച് പയറുവർഗ്ഗങ്ങൾ വെച്ചൊക്കെ നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട് പല വിധത്തിൽ. അത് തന്നെ പാസ്ത എന്ന് പറയുമ്പോൾ ഗോതമ്പ് കൊണ്ടാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. ഗോതമ്പും മുട്ടയും കൂടെ ചേർത്താണ് പാസ്ത ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാണ് നൂഡിൽസിൻ്റെ ചരിത്രം. നൂഡിൽസ് ഉണ്ടായിരിക്കുന്നത് ചൈനയിലാണ്. ഏകദേശം 4000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ചൈനയിൽ ഉണ്ടായ ഒരു ഭക്ഷണമാണ്. അതിവിശിഷ്ടമായ, അതിരുചികരമായ, കുട്ടികളും വയസ്സായവരും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് നൂഡിൽസ്. അപ്പോൾ നമുക്ക് ചരിത്രം അറിഞ്ഞു. ഇനി നമുക്ക് ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം.
ക്യാബേജ് ഇത്രയും മതിയാവും നമുക്ക്. അപ്പോൾ ഇവിടെ വെള്ളം ചൂടായിട്ടുണ്ട്, വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിലേക്ക് നൂഡിൽസ് പൊട്ടിച്ചേർത്ത് ഇട്ട് കൊടുക്കാം. ഡ്രൈ നൂഡിൽസാണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചതാണ്, ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഈ ഒരു പാക്കറ്റ് 40 രൂപയേ ഉള്ളൂ. ഈ ഒരു 40 രൂപ പാക്കറ്റ് ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇന്ന് എൻ്റെ കുട്ടികൾക്ക് ലീവാണെന്ന്, അപ്പോൾ ഇന്ന് മൊത്തം അവർ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇത്രയും വേണം. പിന്നെ ഇവിടെ ഒരു ഹാഫ് പാക്കറ്റ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണത്. ഇതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് കുതിർന്ന് കഴിഞ്ഞാൽ അത് തന്നെ താഴത്തേക്ക് ഇരുന്നോളും. നമുക്കിതപ്പോൾ പേസ്റ്റ് ബില്ലിലേക്ക് ഇടാം. ഇനി കുറച്ചുകൂടെ വേവാനിട്ടുണ്ട്. ഒരു 5 നിമിഷം കൂടെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ, ഇനി ഒരു 5 മിനിറ്റ്. അങ്ങനെ മൊത്തത്തിൽ 10 മിനിറ്റ് വേവിച്ചാൽ മാത്രം മതി. ആ ഡ്രൈ നൂഡിൽസ് എല്ലാം നല്ലപോലെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ പ്രഭാതത്തിലെ ഞങ്ങളുടെ ബാൽക്കണി എന്നുള്ള വ്യൂ ആണ്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അതുകൊണ്ട് മഞ്ഞ് മൂടിയിരിക്കുകയാണ്, നല്ല മഞ്ഞാണ്, നല്ല കോട ഇറങ്ങിയേക്കാണ് മൊത്തം. താഴത്തൊന്നും നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് തണുപ്പാണ്. ബാൽക്കണിയിൽ കാല് നിലത്തോടാൻ പറ്റുന്നില്ല, അത്രയും തണുപ്പ്. ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി കോടയാണ്, നല്ല വ്യൂ ആണ്. രാവിലത്തെ കാലാവസ്ഥ നല്ല സൂപ്പറാണെന്ന്, അത് കൊള്ളാം. അപ്പോൾ നൂഡിൽസൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനപ്പം തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിനൊന്ന് പച്ചവെള്ളത്തിലൊഴിച്ച്, നല്ല തണുത്ത വെള്ളത്തിലൊഴിച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇല്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കും. നല്ല തണുത്ത വെള്ളമാണത്. തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചൂടൊക്കെ പോയി തമ്മിൽ ഒട്ടാതെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും നമുക്ക്. എല്ലാം ഇതുണ്ടോ, എല്ലാം ഞാൻ നല്ല തണുത്ത വെള്ളത്തിൽ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല ചൂടത്ത് നിന്ന് ഇറക്കിയിട്ട് അങ്ങനെ തന്നെ തണുത്ത വെള്ളത്തിലാക്കണം അത് വെന്തതിന് ശേഷം, ഇല്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് ഞാൻ വലിയൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മളപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതാണ് അവസാനത്തെ സ്റ്റെപ്പ്. മെയിൻ സ്റ്റെപ്പാണ് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചത്. നൂഡിൽസ് വെന്തതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിലിട്ട് തണുപ്പിച്ചെടുത്ത് അതിൽ വെള്ളം ഊറ്റിക്കളഞ്ഞ് മാറ്റി വെക്കുക. പരമാവധി നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച തണുത്ത വെള്ളം എടുക്കണമെങ്കിൽ ഏറ്റവും നല്ലതാണ്. എനിക്കിപ്പോൾ ഇവിടെ നല്ല തണുത്ത കാലാവസ്ഥയായതുകൊണ്ട് മേലിൽ നിന്ന് വരുന്ന വെള്ളം, ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളമല്ല, ഇപ്പോൾ നല്ല തണുത്ത ഐസ് പോലെ ഇരിക്കുന്ന വെള്ളമാണ്. ഞാൻ അതുകൊണ്ടാണ് ആ വെള്ളം തന്നെ യൂസ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ചൂട് കാലാവസ്ഥയിലാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച വെള്ളമാണ് ഞാൻ എടുക്കാറുള്ളത്, ഫ്രീസറിൽ വെച്ച വെള്ളം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിന് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഈ വെച്ചിരിക്കുന്നതെല്ലാം. 4 മുട്ടയുണ്ട്, 4 മുട്ട, വിനെഗർ, സോയാ സോസ്, ഗ്രീൻ ചില്ലി സോസ്, പിന്നെ വെജിറ്റബിൾസ്, ഗരം മസാല, മട്ടൺ മസാല. ഇവിടെ മാഗി നൂഡിൽസ് പൗഡറാണത്, മാഗി മസാല പൗഡറാണത്. ഇതും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു 3 പാക്കറ്റ്. ഇത്രയുമാണ് ഞാൻ മസാലയായിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടി. എണ്ണ ചൂടായിട്ട് ഞാൻ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാൻ പോകേണ്ടത്. ഇതിലേക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഇടുകയാണ് ഞാൻ. വെജിറ്റബിൾസ് എല്ലാം കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇതൊരിക്കലും ഡീപ്പ് ഫ്രൈ ചെയ്ത് കേട്ടോ. ഇതൊരു പകുതി വേവിക്കുക, അത്രയും മതിയാവും. ഒന്ന് കടിച്ചാൽ കിട്ടുകയും വേണം, എന്നാൽ ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവുകയും ചെയ്തു വേഗണം, അത്രേ ഉള്ളൂ. വെജിറ്റബിൾസ് ഒന്ന് വെന്താൽ മാത്രം മതിയാവും. നമുക്ക് ആ വെജിറ്റബിൾസിനെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ശകലം ഉപ്പ്. വെജിറ്റബിൾസ് ഒക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നതിലേക്ക്. ഇപ്പോൾ 1 2 3 അപ്പോൾ 4 മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നതിലേക്ക്. നമുക്ക് ഇളക്കി അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി മുട്ട നമുക്ക് ചിക്കി വറുത്ത് കൊടുക്കാം. മുട്ട നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. എല്ലാം വലിയ വലിയ പീസായിട്ട് കിടക്കരുത്, മുട്ട ഒന്ന് ചെറുതായിട്ട് പൊടിഞ്ഞു വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് ഇനിയിപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം.
1 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ ഉണ്ടായിരുന്നുള്ളൂ അതിൽ, അതുകൊണ്ട് പറഞ്ഞ് 1 സ്പൂൺ ഗരം മസാല, കുറച്ച് മട്ടൻ മസാല ചേർക്കുന്നുണ്ട്, 1/2 സ്പൂൺ മതി മട്ടൻ മസാല. അതേപോലെ തന്നെ ഒരു 1/4 സ്പൂണ് ചിക്കൻ മസാല ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ മസാല. ഇത് ഞാൻ ചേർക്കുന്ന മെയിൻ മസാല ഇത്രേ ഉള്ളൂ. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം, എരിവിന് ഇരിക്കട്ടെ. ഇത്രയും മതി. നൂഡിൽസ് ഒരു ചൈനീസ് ഡിഷാണെങ്കിൽ കൂടി നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലാണ്. നമുക്ക് കുറച്ച് എരിവും കാര്യങ്ങളൊക്കെ വേണം, പിന്നെ കളറ് വേണം, മസാല വേണം. അവർ വേണമെങ്കിൽ ഇതിനെ ചുമ്മാ പുഴുങ്ങിയിട്ട് പച്ചമുളകിൻ്റെ കൂടുതലൊക്കെ കഴിച്ചിരുന്നത് കാണാമായിരുന്നു ചിലടത്തൊക്കെ. കുറേ അതിൻ്റെ സൂപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ഇലകളൊക്കെ ഇട്ട്. നമുക്കതൊന്നും പറ്റില്ലല്ലോ. നമുക്ക് നല്ല ടേസ്റ്റ് വേണം, മസാലകളുടെ ടേസ്റ്റാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. നമ്മൾ ചിക്കനും മട്ടണും ബീഫൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ നല്ല മസാല ഇട്ട് തന്നെയല്ലേ. നമുക്ക് ആ മസാലകളില്ലെങ്കിൽ നമുക്ക് തൊണ്ടയും താഴത്തേക്ക് ഇറങ്ങില്ല നമുക്ക്. അതാണ് ഇന്ത്യൻ സ്റ്റൈൽ. ഇന്ത്യൻ ഡിഷുകൾ എന്ന് പറയുന്നത് മസാലകളുടെ ഒരു കൂട്ടം തന്നെയാണ്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഗ്രീൻ ചില്ലി സോസ് ഒരു സ്പൂൺ. അതിനോടൊപ്പം തന്നെ സോയാ സോസ്, ഇവിടെ കടയിൽ കിട്ടുന്നതാണ് ഇതല്ല. സോയാ സോസ് ഒരു 2 സ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ നിറച്ച് യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലിളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാണ്ട് ഇങ്ങനെ കിട്ടുന്ന നൂഡിൽസ് കണ്ടോ, ഇങ്ങനെ പല ഇതായിട്ട് വിട്ട് വരണം, ഓരോന്നോരോന്നായിട്ട്. നൂഡിൽസ് ഒട്ടിപ്പിടിച്ചിരുന്നാൽ പിന്നെ നമുക്ക് ഇളക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നൂഡിൽസ് എല്ലാം ഇട്ട് നമുക്കിനെ ഒന്ന് ഇളക്കി നമുക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ തീ കൂട്ടി വെച്ചേക്കുക. അപ്പോൾ അതെല്ലാം നല്ലപോലെ യോജിപ്പിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മാഗി മസാല പാക്കറ്റ് ചേർത്ത് കൊടുക്കണം. മാഗി മസാലപ്പൊടിയാണിത്. ഇത് 5 രൂപ പാക്കറ്റാണ്. ഈ 5 രൂപ പാക്കറ്റ് ഒരു 3 എണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക്. ഇത് മാഗിയുടെ പരസ്യമൊന്നുമല്ല കേട്ടോ. ഇത് ചേർത്താൽ കുറച്ച് ടേസ്റ്റ് കിട്ടും, അതുകൊണ്ട് ചേർക്കുന്നതാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടവുമാണിത്, മാഗി മസാല ചേർത്തുള്ള നൂഡിൽസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് നൂഡിൽസ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി നോക്കാം. കുറച്ച് അടിപൊളി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കാനുണ്ടോ ടേസ്റ്റിന് വേണ്ടി. ഒന്നും പറയാനില്ല, നല്ല അടിപൊളി നൂഡിൽസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. ഡ്രൈ നൂഡിൽസ് ഫ്ലിപ്കാർട്ടിലും സെപ്റ്റോയിലും ഒക്കെ കിട്ടാനായിട്ടുണ്ട്. 30-40 രൂപ ഒരു പാക്കറ്റിന് മേടിച്ചിട്ട് ഇതേപോലെ തന്നെ വീട്ടിലൊന്നും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും നമ്മുടെ ചാനൽ കാണുന്നവർ, യൂട്യൂബിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോകൾക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഷെയർ ചെയ്യുന്നതോടുകൂടി ആ വീഡിയോകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തുന്നതായിരിക്കും. നമ്മളെല്ലാവരും അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.